ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇൻറ്റിജർ ഡിവിഷൻ യൂസിങ് റീസ്റ്റോറിംഗ് മെത്തേഡ്. റീസ്റ്റോറിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് ബൈനറി നമ്പർ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് ബൈനറി ഡിവിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് ഒരു രജിസ്റ്ററാണ്. അത് നമ്മൾ ഇനീഷ്യലി 0 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. എം രജിസ്റ്ററിൽ ഡിവൈസറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ക്യൂ രജിസ്റ്ററിൽ ഡിവിഡൻഡ് സെറ്റ് ചെയ്യുന്നു. കൗണ്ടിൻ്റെ വാല്യൂ n ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. n മീൻസ് നമ്പർ ഓഫ് ബിറ്റ്സ് ആൻഡ് ഡിവിഡൻഡ്. ഇനി നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ലെഫ്റ്റ് ഷിഫ്റ്റ്. എനെയും ക്യൂനെയും നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും. അതിനുശേഷം എയിൽ നിന്ന് എം സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം എയിൽ തന്നെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ലഭിക്കുന്ന വാല്യൂസിൽ എ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യും. എ നെഗറ്റീവ് ആണെങ്കിൽ Q0 0 ആയി സെറ്റ് ചെയ്യും. അതിനുശേഷം എയുടെ വാല്യൂ റീസ്റ്റോർ ചെയ്യും. എയും എമ്മും ആഡ് ചെയ്ത് എയിൽ തന്നെ സ്റ്റോർ ചെയ്യും. സപ്പോസ് എയുടെ വാല്യൂ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണെങ്കിൽ Q0 1 ആയി സെറ്റ് ചെയ്യും. ഏത് ഓപ്പറേഷൻസ് തന്നെ ആയാലും കൗണ്ട് ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും. കൗണ്ട് 0 ആവുന്നത് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ലെഫ്റ്റ് ഷിഫ്റ്റ്, സബ്ട്രാക്ഷൻ, Q0 സെറ്റിംഗ്, then restoration. റീസ്റ്റോറേഷൻ ഓപ്പറേഷൻ രണ്ട് കേസിലും ഇല്ല. എ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് റീസ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നില്ല. അപ്പോൾ 4 ഓപ്പറേഷനാണ് ചെയ്യുന്നത്. മെയിൻലി 3 ഓപ്പറേഷൻ, ലാസ്റ്റ് ഓപ്പറേഷൻ എല്ലാ കേസിലും ഇല്ല. സപ്പോസ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട നമ്പേഴ്സ് 8 ഡിവിഷൻ 3. നമ്മൾ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് നമുക്ക് കോഷ്യൻ്റ് ആയിട്ട് വരുന്നത്. 2 നമുക്ക് റിമൈൻഡർ ആയിട്ട് വരും. 8നെ ബൈനറിയായി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 0 0 0. 3നെ ബൈനറിയായി റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 1. ഡിവിഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്വഷ്യൻ്റ് 1 0യും റിമൈൻഡർ 1 0ഉമായിട്ടാണ്. 1 0 റെപ്രസെൻറ്റ്സ് 2, റിമൈൻഡർ 1 0 റെപ്രസെൻറ്റ്സ് 2. സോ റീസ്റ്റോറിംഗ് മെത്തേഡിലൂടെ എങ്ങനെയാണ് ഈ റിസൾട്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഒരു എക്സാമ്പിളിലൂടെ കൂടുതൽ വ്യക്തമാക്കാം. Q 8 ആയിരുന്നു. 8 നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 0 0 0. M 3 ആയിരുന്നു. 3 നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 0 0 1 1. N 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ Q. ഇനീഷ്യലി നമ്മുടെ ഫ്ലോ ചാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു എ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യും. ഇനീഷ്യലി എ 0 ആയിട്ട് സെറ്റ് ചെയ്യും. 0 0 0 0 0. Q അങ്ങനെ തന്നെ ഇവിടെ എടുത്ത് എഴുതുക. 1 0 0 0. ദിസ് ഈസ് Q. ഫസ്റ്റ് നമുക്ക് നടത്തേണ്ട ഓപ്പറേഷൻ ഷിഫ്റ്റ് ആണ്. ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷനാണ് നമുക്ക് നടത്തേണ്ടത്. ഷിഫ്റ്റ് ക്യൂവും എയുമാണ് നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഈ പൊസിഷൻ ഒന്നിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഈ ബിറ്റിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. 0 ഷിഫ്റ്റ് ചെയ്യുക, ഈ 0 ഷിഫ്റ്റ് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. ഇവിടെ ഇത് എംപ്റ്റി ബിറ്റായിട്ട് പ്ലേസ് ചെയ്യുക. ഷിഫ്റ്റ് ഓപ്പറേഷന് ശേഷം നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ ആണ്.
എയിൽ നിന്ന് എം സബ്ട്രാക്ട് ചെയ്ത് എയിൽ തന്നെ സ്റ്റോർ ചെയ്യുക. അതായിരുന്നു നമ്മൾ ഫ്ലോ ചാർട്ടിൽ പറഞ്ഞത്. സോ സബ്ട്രാക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ചെയ്യുന്നത് എമ്മിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുത്ത് എയുടെ ഒപ്പം ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 00001. എമ്മിൻ്റെ 2's കോംപ്ലിമെൻ്റ് കാണണം. എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 00011. എമ്മിൻ്റെ 1's കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് 11100 കിട്ടും. അതിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്യുമ്പോൾ 11101 കിട്ടും. ഇത് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 110 ക്യാരി 111. സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. ആ റിസൾട്ട് എയിൽ തന്നെ എഴുതുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് Q0 സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ് Q0 സെറ്റ് ചെയ്യേണ്ടത് എയുടെ സൈൻ ബിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. എയുടെ സൈൻ ബിറ്റ് ഇവിടെ 1 ആണ്. 1 ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് നമ്പറാണ്. നെഗറ്റീവ് ആണെങ്കിൽ Q0 0 ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. എ അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. Q0 0 ആയിട്ട് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം, ഫ്ലോ ചാർട്ടിൽ കണ്ട കാര്യം റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് എയും എമ്മും ആഡ് ചെയ്ത് എയിൽ സ്റ്റോർ ചെയ്യുക. എയുടെ നിലവിലെ വാല്യൂ 11110. എമ്മിൻ്റെ വാല്യൂ 00011. ആഡ് ചെയ്യുക. 110 വരും, ക്യാരി 1 വരും, 0 വരും, ക്യാരി 1 വരും, 0 വരും, ക്യാരി 1 വരും, ഒരു ക്യാരി വരും. അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. റീസ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 00001. ക്വഷ്യൻ്റിലെ വാല്യൂ 0. സോ ഫസ്റ്റ് സൈക്കിൾ ഇവിടെ അവസാനിച്ചു. ഫസ്റ്റ് സൈക്കിൾ കഴിയുമ്പോൾ എന്നിലെ വാല്യൂ ഒന്ന് കുറയും, 3 ആവും. n 0 ആവുന്നത് വരെ ഈ സൈക്കിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. സെക്കൻഡ് സൈക്കിളിൽ നമ്മൾ വീണ്ടും ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യും. ക്യൂവും എയും ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും. 0 0 0 0 1 0 0 0. സബ്ട്രാക്ഷൻ ചെയ്യും. സബ്ട്രാക്ഷൻ ചെയ്യാൻ നേരം എയുടെ ഒപ്പം എം ആഡ് ചെയ്യും. ഇപ്പോഴത്തെ എയുടെ വാല്യൂ 00010 പ്ലസ് എമ്മിൻ്റെ 2's കോംപ്ലിമെൻ്റ് നമ്മളിവിടെ നേരത്തെ കണ്ടുവച്ചിരുന്നു. 11101. 11111. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എയിൽ നിലവിൽ നമുക്ക് എല്ലാ ബിറ്റും 1 ആയിട്ട് ലഭിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് Q0 സെറ്റ് ചെയ്യുകയാണ്. Q0 സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എയുടെ സൈൻ ബിറ്റ് ആണ്. MSB ബിറ്റ് നമ്മൾ നോക്കും. അത് 1 ആയ കാരണം അതൊരു നെഗറ്റീവ് നമ്പറാണ്. സോ Q0 0 ആയിട്ട് സെറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് റീസ്റ്റോറേഷൻ ആണ്. റീസ്റ്റോർ ചെയ്യാൻ നേരം എയും എമ്മും ആഡ് ചെയ്ത് എയിൽ നമ്മൾ സൂക്ഷിക്കും. എയിൽ നിലവിലെ വാല്യൂ ഇതാണ്. എമ്മിൻ്റെ വാല്യൂ ഇതാണ്. ആഡ് ചെയ്യുക. 1 1 ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടി. ക്യാരി വന്നു. 1 1 0. ക്യാരി കൂടി ആഡ് ചെയ്യുമ്പോൾ 1 വന്നു. ക്യാരി ജനറേറ്റ് ചെയ്തു, 0 വരും. ക്യാരി ജനറേറ്റ് ചെയ്തു, 0 വരും. ക്യാരി ജനറേറ്റ് ചെയ്തു, 0 വരും. ബാക്കി നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. റീസ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ 0 0 0 1 0. ക്യൂവിൽ വരുന്ന വാല്യൂ
ഇതാണ്. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് സൈക്കിൾ അവസാനിച്ചു. എന്നിൻ്റെ വാല്യൂ 2 ആയി. ഇനി നമ്മൾ ചെയ്യുന്നത് തേർഡ് സൈക്കിളാണ്. വീണ്ടും ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്യാൻ നേരം റിസൾട്ട് എയിൽ വരുന്നത് ഇങ്ങനെയാണ്, 0 0 1 0 0. സബ്ട്രാക്ഷൻ ചെയ്യും. എയിൽ നിന്ന് എം സബ്ട്രാക്ട് ചെയ്ത് എയിൽ സ്റ്റോർ ചെയ്യും. എയിൽ നിലവിലുള്ള വാല്യൂ 0 0 1 0 0. എം സബ്ട്രാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എമ്മിൻ്റെ 2's കോംപ്ലിമെൻറ്റിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. 1 1 1 0 1 1 0 1 1 0 ക്യാരി 1 1 0 ക്യാരി 1 1 0. നമുക്ക് ലഭിക്കുന്ന ആൻസർ 0 0 0 0 1. അടുത്ത നമ്മൾ Q0 സെറ്റ് ചെയ്യും. ഇവിടെ MSB ബിറ്റ് 0 ആണ്. സോ Q0 സെറ്റ് ചെയ്യാൻ നേരം നമ്മൾ 1 ആയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. MSB 0 ആണെങ്കിൽ റീസ്റ്റോറേഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇതാണ് നമ്മുടെ തേർഡ് സൈക്കിൾ. എന്നിൻ്റെ വാല്യൂ ഇവിടെ 1 ആകുന്നു. തേർഡ് സൈക്കിൾ കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് എയിൽ 0 0 0 0 1, ക്യൂയിൽ 0 0 0 1. ഫോർത്ത് സൈക്കിളിൽ സെയിം സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1 0 0 0 1 0 0 0. അടുത്തതായി നമ്മൾ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യും. സബ്ട്രാക്ട് ചെയ്യാൻ നേരം എൻ്റെ ഒപ്പം നമ്മൾ എം ആഡ് ചെയ്യുകയാണ്. എമ്മിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എയുടെ കറണ്ട് വാല്യൂ 0 0 0 1 0. എമ്മിൻ്റെ 2's കോംപ്ലിമെൻറ്റ് 1 1 1 0 1. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1 1 1 1 1. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് Q0 സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ് Q0. എയുടെ സൈൻ ബിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. 1 ആണ്. അതൊരു നെഗറ്റീവ് നമ്പറാണ്. നെഗറ്റീവ് നമ്പർ വന്നാൽ Q0 0 ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. 1 1 1 1 1 0 0 1 0. ഇനി നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ റീസ്റ്റോർ ഓപ്പറേഷനാണ്. റീസ്റ്റോർ ചെയ്യാൻ നേരം എയും എമ്മും നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എയിൽ കറൻ്റ്ലി ഉള്ള വാല്യൂ 1 1 1 1 1. എമ്മിൻ്റെ വാല്യൂ 0 0 0 1 1. ആഡ് ചെയ്യുക. 1 1 ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. ക്യാരി 1 വരും. 1 1 ആഡ് ചെയ്യുമ്പോൾ 0, ക്യാരി 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 1. വീണ്ടും ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യും. 0 വരും, 0 വരും, 0 വരും. ഒരു ക്യാരി ജനറേറ്റ് ചെയ്യും. അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. സോ ഫൈനൽ റിസൾട്ട് ഇൻ എ ഇസ് 0 0 0 1 0. ക്യൂലുള്ള വാല്യൂ അങ്ങനെ തന്നെ ഇറക്കി ചെയ്ത് 0 0 1 0. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എയിൽ 0 0 0 1 0, ക്യൂയിൽ 0 0 1 0. കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് കുറയുമ്പോൾ N0 ആവും. N0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാം. ഫോർത്ത് സൈക്കിൾ ഇവിടെ എൻഡ് ചെയ്യുന്നു.
ദിസ് ഈസ് കറസ്പോണ്ടിങ് ടു 2. ദിസ് ഈസ് ഓൾസോ കറസ്പോണ്ടിങ് ടു 2. അതായത് നമ്മൾക്ക് ലഭിക്കുന്നത് ക്വോഷ്യൻറ്റും 2 ആണ്, റിമൈൻഡറും 2 തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.